നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ നിന്ന് കോൾ വരുന്നുണ്ടാവും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലൊക്കെ അവർ സംസാരിക്കും. പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പറയും എനിക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡൊന്നും വേണ്ട, ഞാൻ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവർ പറയും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നിങ്ങളുടെ കയ്യിൽ നിന്നും ആനുവൽ മെയിൻ്റനൻസ് ചാർജ് പോലും ബാങ്ക് ഈടാക്കുന്നില്ല എന്ന്. അവിടെയാണ് സംശയം. എന്തിനാണ് ഒരു ബാങ്ക് നിങ്ങൾക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് പോലും ഈടാക്കാതെ ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് തരുന്നത്? ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നിങ്ങളാണ് യഥാർത്ഥ പ്രോഡക്റ്റ്. ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു, അതും ആനുവൽ മെയിൻ്റനൻസ് ചാർജ് പോലും ഈടാക്കാതെ. അപ്പോൾ അത്തരത്തിലൊരു കാർഡ് നിങ്ങൾക്ക് തന്നാൽ ഈ ബാങ്കിന് പിന്നെ എന്താണ് ഇതിൽ നിന്നുള്ള വരുമാനം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബാങ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരുമ്പോൾ നിങ്ങളിൽ നിന്ന് പിരിക്കുന്ന ആനുവൽ മെയിൻ്റനൻസ് ചാർജ് അല്ല ആ ഒരു ബാങ്കിന് ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള വരുമാനം. ഒരു ബാങ്കിന് ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള വരുമാനം അതിൽ നിന്നുള്ള പർച്ചേസുകൾ നടക്കുമ്പോഴാണ്. അതായത് നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഷോപ്പിലോ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ശതമാനം, 1%, 2%, 3% ഒക്കെ ഒരു എമൗണ്ട് ബാങ്കിന് കിട്ടും. അതായത് നിങ്ങൾ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അതിൽ നിന്നും 1 രൂപ തൊട്ട് 3 രൂപ വരെ ഉള്ളൊരു എമൗണ്ട് ഈ ഒരു ബാങ്കിനാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നിന്നും ചിലപ്പോൾ 1 രൂപയോ 50 പൈസയോ നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ്. അപ്പോൾ എന്തിനാണ് ഒരു റീറ്റെയിലർ, അതായത് ഒരു ഷോപ്പ് ഓണർ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് പണം കൊടുക്കുന്നത്? ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, അപ്പോൾ നിങ്ങളത് വാങ്ങില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കാർഡ് ഉപയോഗിച്ച് ആ ഒരു പർച്ചേസ് നടത്തും. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡുള്ള ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു റീറ്റെയിലർക്ക് സെയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർക്ക് കച്ചവടം കിട്ടുമ്പോൾ ആ ലാഭത്തിൽ നിന്നൊരു എമൗണ്ട് ഈ സെയിൽ നടക്കാൻ കാരണക്കാരായ ബാങ്കിന്, അതായത് ഈ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണോ അവർക്ക് ഈ ഒരു റീറ്റെയിലർ കൊടുക്കും. ആ ഒരു 2%, 3% എമൗണ്ടൊക്കെയാണ് ഇവർക്ക് വരുന്ന ലാഭം. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നാം, നമുക്ക് ഇത്രയും രൂപയുടെ ക്രെഡിറ്റ് ഒരാൾക്ക് ഒരു ബാങ്ക് കൊടുത്തിട്ട് അയാൾ അത് വെച്ച് ചെയ്യുന്ന പർച്ചേസിൽ നിന്നും 1%, 2% ഒക്കെ കമ്മീഷൻ കിട്ടിയിട്ട് അത് മതിയാവില്ലല്ലോ ബാങ്കിന്. അതിനുവേണ്ടി ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്, അത് മാത്രമല്ല ബാങ്കിൻ്റെ വരുമാനം. ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ബാങ്കിന് കിട്ടുന്ന വരുമാനം ഇനിയുമുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. ഈ കഥ കേട്ടിട്ട് എൻ്റെ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ കഥ ഒരു രാജാവിൻ്റെ കഥയാണ്. ഈ രാജാവ് ഒരിക്കൽ ഒരു കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മഹർഷിയെ കാണും. അപ്പോൾ ആ മഹർഷി അവിടെ ഇരുന്നിട്ട് ധ്യാനിക്കുകയാണ്. അവിടുത്തെ എല്ലാ ജീവികളും ഇയാളുടെ ചുറ്റും നടക്കുന്നു. ഇയാളോട് ഭയങ്കര സ്നേഹമാണ് കാട്ടിലെ ജീവികൾക്ക്. അതുപോലെ അവിടെ ചുറ്റും ഒരുപാട് പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട് നല്ല തിക്ക് ഫോറസ്റ്റാണ്, അതിന് നടക്കാണ് അയാൾ കഴിയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷം, എല്ലാ ജീവികളും ഹാപ്പിയാണ്. ഇതൊക്കെ കാണുമ്പോൾ രാജാവിന് ഭയങ്കര അത്ഭുതം, ഇയാൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അയാൾ പറയും, ഞാനിവിടെ എല്ലാ ജീവികളെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പ്രകൃതിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും എനിക്കൊരു സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് എങ്ങോട്ടും വരാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൂടുകയാണെന്ന് ഈ മഹർഷി രാജാവിനോട് പറയും. അപ്പോൾ പോകുന്നതിന് മുമ്പ് രാജാവ് ഒരു കാര്യം ചെയ്യും. രാജാവ് പറയും, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഞാൻ താങ്കൾക്ക് തരാം, അതിവിടെ ഇരിക്കട്ടെ, ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് വാങ്ങിച്ചോളാം. അങ്ങനെ രാജാവിൻ്റെ കയ്യിലുള്ളൊരു വാള്, രാജാവിൻ്റെ ഉടവാൾ എടുത്തിട്ട് ഈ മഹർഷിക്ക് കൊടുക്കും. എന്നിട്ട് രാജാവ് പോകും. അങ്ങനെ ആ വാളവിടെ വെറുതെ ഇരിക്കുന്നു. മഹർഷി അയാളുടെ ധ്യാനമൊക്കെ തുടരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ മഹർഷിക്കൊരു ആലോചന, ഒരു വാള് വെറുതെ ഇരിക്കുകയല്ലേ, ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ അയാൾ ചെന്നിട്ട് ആ ഉടവാളെടുത്ത് നോക്കുന്നു. നല്ല മൂർച്ചയുള്ള നല്ല ഭംഗിയുള്ള വാളാണ്. മഹർഷി ഈ ഒരു വാളും വെച്ച് കുറേ ദൂരം ഇങ്ങനെ നടക്കും. അങ്ങനെ കുറച്ച് ദൂരം നടക്കുമ്പോൾ കുറച്ച് ഇലകളും പുല്ലുകളൊക്കെ കാണുമ്പോൾ അയാൾ ചുമ്മാ വീശി നോക്കും, ഇതിൻ്റെ ഒരു മൂർച്ച അറിയാൻ. നോക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള വാളാണ്. ഇവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ വളരെ ഒറ്റ വെട്ടിന് തന്നെ കഷ്ണമായി പോവാണ്. അങ്ങനെ മഹർഷിക്ക് രസം കയറി. പുള്ളി ഇങ്ങനെ നടന്ന് മരങ്ങളും ചെടികളെയൊക്കെ വെട്ടാൻ തുടങ്ങി. അങ്ങനെ വെട്ടി അവിടുത്തെ ഒരു തിക്ക് ഫോറസ്റ്റ് എന്നുള്ളതിൻ്റെ ആ തിക്നെസ്സൊക്കെ കുറേശ്ശെ കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ വീശി നടക്കുമ്പോൾ അറിയാതെ ചില മൃഗങ്ങളുടെയൊക്കെ മേത്ത് തട്ടാൻ തുടങ്ങി. അപ്പോൾ മൃഗങ്ങൾ ആദ്യമൊക്കെ അത് കുഴപ്പമില്ല, നമ്മുടെ മഹർഷിയല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇയാൾക്ക് ഇതൊരു രസം കയറി, ഇയാൾ മൃഗങ്ങളെ പിന്നാലോടെ വെട്ടാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ മൃഗങ്ങൾക്ക് ഇയാളെ പേടിയായി. അവസാനം ഈ ഒരു വാള് കാരണം അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളൊക്കെ പിന്നെ ആ മഹർഷിയുടെ അടുത്തേക്ക് വരാതെയായി. അവിടെ ഉണ്ടായിരുന്ന ചെടികളും എല്ലാം വെട്ടി നശിപ്പിച്ച ഒരവസ്ഥയിലായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് രാജാവ് തിരിച്ചു വന്നിട്ട് ഈ വാള് വാങ്ങാനായിട്ട് രാജാവ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ മഹർഷിയോട് ഒറ്റയ്ക്കിരിക്കുകയാണ്. മൃഗങ്ങളും ഇല്ല, ഒന്നുമില്ല. ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളും എല്ലാം മുറിഞ്ഞു കിടക്കുന്നു. സോ ഇവിടെ സംഭവിച്ചത് എന്താണ്? ആ മഹർഷിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടും മഹർഷിക്ക് ഒരു വാള് കൈ കിട്ടി. അയാൾക്കത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഉപയോഗിച്ചു. അവസാനം അത് അയാൾക്ക് തന്നെ പ്രശ്നമായിട്ട് വന്നു. ഇതേ പരിപാടി തന്നെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാളുടെ കയ്യിൽ കിട്ടുമ്പോഴും.
ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ ആദ്യം ഇയാൾ വിചാരിക്കും AMC ഒന്നുമില്ല, ഞാൻ ഉപയോഗിച്ചാലല്ലേ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടു, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. കുറേ ദിവസം കഴിയുമ്പോൾ നേരത്തെ ഈ മഹർഷിക്ക് തോന്നിയ പോലെ ഇതെടുത്ത് ഉപയോഗിച്ചാലോ എന്ന് തോന്നും, ഒരു രസത്തിന്. അങ്ങനെ ഒരു രസത്തിന് ഈ കാർഡ് എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ 1-2 മാസം കൃത്യമായിട്ട് ഡ്യൂ അടച്ചു പോകുന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേറെ എക്സ്ട്രാ ചാർജൊന്നും വരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഡിഫോൾട്ട് വരുത്തും. നേരത്തെ ഈ രാജാവിൻ്റെ വാള് വെച്ചിട്ട് മഹർഷി കാണിച്ചതുപോലെ ഈ കാർഡ് എടുത്ത് വീശുമ്പോൾ എവിടെയെങ്കിലും വെച്ച് പണി കിട്ടും, നിങ്ങൾക്ക് ആ ഒരു മാസത്തെ എമൗണ്ട് അടയ്ക്കാൻ പറ്റാതെ വരും. അങ്ങനെ നിങ്ങൾ ഡിഫോൾട്ട് വരുത്തുന്ന പോയിന്റിലാണ് ബാങ്കിന് ലാഭം വരുന്നത്. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റിൽ നിങ്ങൾ ഡിഫോൾട്ട് വരുത്തിയാൽ ബാങ്കിന് ഫൈൻ ഈടാക്കാം. അതിന് പുറമെ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നിങ്ങൾ എത്രയാണ് അടയ്ക്കേണ്ടത് അതിന് പലിശയും ഈടാക്കാം. ഈ പലിശ എന്ന് പറയുന്നത് 30% മുതൽ 45% വരെയാണ്. ഇനി ചില കമ്പനികൾ നിങ്ങൾ ഈ ഡ്യൂ കൂടി പലതവണ ഇത്തരത്തിൽ തിരിച്ചടയ്ക്കുന്ന മുടങ്ങിക്കഴിഞ്ഞാൽ ഈ പലിശയിൽ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പലിശയുടെ എമൗണ്ടും കൂടും. അങ്ങനെ ഈ തുകയൊക്കെ നിങ്ങൾ തിരിച്ചടയ്ക്കുമ്പോൾ ഈ 30-40% പലിശയും ചേർത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കണം. ആ കിട്ടുന്ന എക്സ്ട്രാ പലിശയാണ് ബാങ്കിൻ്റെ ലാഭം. സോ നിങ്ങൾക്ക് ഈ കാർഡ് തരുന്നത് നിങ്ങളിത് എപ്പോഴെങ്കിലും എടുത്ത് ഇതുപോലെ ഉപയോഗിച്ച് ഡിഫോൾട്ട് വരുത്തി അതിൽ നിന്നും വലിയൊരു എമൗണ്ട് പലിശയായിട്ട് അടച്ചിട്ട് ആ വരുമാനം നോക്കിയിട്ടാണ്. അപ്പോൾ രാജാവ് മഹർഷിക്ക് കൊടുത്ത വാൾ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ബാങ്ക് ഫ്രീ ആയിട്ട് തരുന്ന ക്രെഡിറ്റ് കാർഡും. പക്ഷേ രാജാവ് കൊടുത്ത വാളിന് ഒരു ഭാഗത്തേ മൂർച്ചയുണ്ടായിരുന്നുള്ളൂ. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇത് ഉപയോഗിക്കുന്നവനും ആദ്യം തന്നെ മുറിവ് പറ്റും. സോ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന പലിശയും ഫൈനും ഒക്കെയാണ് ബാങ്കിൻ്റെ അടുത്ത വരുമാനം. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇതിനു വേണ്ടി ബാങ്ക് ആദ്യം തന്നെ നമുക്ക് AMC ഒഴിവാക്കി തന്നല്ലോ, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒഴിവാക്കി തന്നു. പക്ഷേ അതും ബാങ്ക് വിട്ട് കളയാനൊന്നും പോകുന്നില്ല. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങുന്നു, നിങ്ങൾക്ക് അവർ തരുന്ന ഏറ്റവും ബേസ് ലെവലിലുള്ള കാർഡാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് പ്ലാറ്റിനം, ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് അടുത്തടുത്ത ലെവൽ കാർഡുകളുണ്ട്. ആ കാർഡുകളിൽ റിവാർഡ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന റിവാർഡ് കൂടുതലായിരിക്കും. അതേപോലെ ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്, ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇതെല്ലാം അടുത്ത ലെവൽ കാർഡിന് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിനി ഈ ഒരു രീതിയിൽ ചെറിയ കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടിയൊരു കാർഡ് ഉപയോഗിച്ചാൽ എനിക്ക് കൂടുതൽ റിവാർഡ് കിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാർഡിനെ അപ്ഗ്രേഡ് ചെയ്യും. അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കും. അവസാനം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന ലെവലിലുള്ള സ്പെഷ്യൽ കാർഡുകൾക്ക് AMC ഉണ്ട്. ആ AMC ലോക്കൽ കാർഡിൻ്റെ അല്ലെങ്കിൽ നോർമൽ കാർഡിൻ്റെ AMC അല്ല, അതിനേക്കാൾ കൂടിയൊരു എമൗണ്ടാണ്. അങ്ങനെ നിങ്ങൾ കൂടിയ എമൗണ്ട് AMC കൊടുത്തിട്ട് ആ കാർഡ് ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ബാങ്കിന് AMC കിട്ടിയല്ലോ. അങ്ങനെ ബാങ്ക് ആ AMC വിട്ടൊന്നും കളയില്ല. ആ AMC കുറച്ച് കൂടിയ ലെവലിൽ നിങ്ങളുടെ നിന്ന് തിരിച്ചു പിടിക്കും. ഇനി നിങ്ങൾ ഈ AMC കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ഒരു ക്രെഡിറ്റ് ലിമിറ്റിനേക്കാൾ കൂടുതൽ യൂസേജ് ഉണ്ടെങ്കിൽ എനിക്ക് AMC വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ പർച്ചേസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്താൽ ബാങ്കിന് അതിനനുസരിച്ച് ഓരോ പർച്ചേസിനും കിട്ടുന്ന കമ്മീഷൻ എമൗണ്ട് വെച്ച് കൂടുതൽ വരുമാനം ബാങ്കിനും കിട്ടും. ഇനി നിങ്ങളുടെ പർച്ചേസ് കുറവാണെങ്കിൽ AMC ആയിട്ട് ബാങ്കിന് വരുമാനം കിട്ടും. സോ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ബാങ്കിന് വരുമാനം കിട്ടാൻ ഇത്രയും വഴികളുണ്ട്. അപ്പോൾ ഇത്രയും വരുമാനം കിട്ടണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? അയാളുടെ കയ്യിലേക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് എത്തണം, അയാൾ അത് ഉപയോഗിച്ച് തുടങ്ങണം. അതിനായിട്ടാണ് ബാങ്ക് നിങ്ങളെ വിളിച്ച് ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ വിളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് പറഞ്ഞാൽ എടുത്തുകൂടെ എന്ന് പോലും അല്ല ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് ഇഷ്യൂ ആയിട്ടുണ്ട്, അത് കൺഫേം ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നതെന്നാണ് അവർ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് തരുമ്പോൾ അതിൻ്റെ AMC ഒഴിവാക്കുക എന്ന് പറയുന്നത് അവർക്ക് കാര്യമായ നഷ്ടമൊന്നുമില്ല. കാരണം പിന്നീട് അങ്ങോട്ട് ഇതിൽ നിന്നും നല്ലൊരു എമൗണ്ട് ഈ ഒരു ബാങ്കിന് കിട്ടാൻ പോവാണ്. സോ ആദ്യം ഈ ഒഴിവാക്കി തരുന്ന AMC എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു തുകയാണ്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നിങ്ങളാണ് പ്രൊഡക്റ്റ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.